ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു യാത്രയിലാണ് കേട്ടോ ഉള്ളത്. ഈരാറ്റുപേട്ടയിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ കല്യാണം നടത്തിയ ഒരു ബിസ്മിത മോളുണ്ട്. അവളെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവരൊന്ന് വിളിച്ചിട്ട് അവിടത്തേക്ക് പോവുകയാണ്. ഞാൻ നേരെ കോഴിക്കോട് നിന്ന് മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴയിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്കുള്ള ബസ്സിൽ അങ്ങനെ പോകണം കേട്ടോ. അല്ലാണ്ട് ഡയറക്റ്റ് ഈരാറ്റുപേട്ട ബസ് ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇതാണ് സുഖം തോന്നിയിട്ട് അങ്ങനെ മൂവാറ്റുപുഴ എത്തി. അവിടുന്ന് ഈരാറ്റുപേട്ട ബസ്സിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ ഈരാറ്റുപേട്ട ബസ്സിലെത്തി. ഇപ്പോൾ ഈരാറ്റുപേട്ട എത്തി. ഇത് ഈരാറ്റുപേട്ടയായി കാണുന്നത്. രാവിലെ 6:30 ആകുമ്പോഴേക്കൊക്കെ 6 മണിക്കൊക്കെ എത്തിയിരുന്നു. ഞാൻ കുറച്ചവിടെ ഇരുന്ന് ഒരു പാതി രാത്രി തീരെ ഉറങ്ങിയില്ല. കോഴിക്കോട് എന്തോ ഭാഗ്യത്തിന് ആ ഡ്രൈവർ നമ്മളെ വീഡിയോ കാണുന്നതുകൊണ്ട് സീറ്റ് കിട്ടിയതാണ്. സീറ്റൊന്നും ഇല്ല, തിരക്കാന്നെല്ലാം പറഞ്ഞേനു. നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളല്ല എന്നാൽ കാര്യമൊന്നും എന്നിട്ട് അങ്ങനെ നൈസിൽ കാര്യതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈരാറ്റുപേട്ടത്തെ മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഈരാറ്റുപേട്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചർച്ച് കേട്ടോ. ഈ ചർച്ച് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഈരാറ്റുപേട്ട സെൻട്രൽ തന്നെ ഈ ഒരു ചർച്ച്, ആരാധനാലയങ്ങളും അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അത് അമ്പലമായാലും ചർച്ചായാലും മുസ്ലിം പള്ളിയായാലും ഒക്കെ അല്ലേ. ഒരു നാടിൻ്റെ ഒരു പ്രതീകമാണ് അവിടെയുള്ള ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ ആരാധിക്കുമ്പോൾ നമുക്ക് നല്ല മനസ്സാണ്, നമ്മളൊരു മനസ്സ് ശാന്തിയാവും. അത് മറ്റുള്ളവരോട് നല്ലോണം പെരുമാറാനും ഒക്കെ നമുക്ക് വരുക ഈ ആരാധനയൊക്കെ ചെയ്യുമ്പോഴാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി വടയും ചായയൊക്കെ കുടിച്ച് അന്നപ്പോൾ തന്നെ ബിസ്മിതാൻ്റെ അളിയൻ ഏട്ടത്തിൻ്റെ ഭർത്താവ് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്ന് ഇപ്പോൾ മൂപ്പരുടെ കൂടെ ഇതാ പോലെ വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈരാറ്റുപേട്ടയിലാണുള്ളത്. ഒരുപാട് സന്തോഷമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ബിസ്മിത മോളുടെ. അപ്പോൾ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം അന്ന് തീരെ അങ്ങനെ പറ്റാത്തൊരു സാഹചര്യമായി പോയിരുന്നു. അപ്പോൾ ഇവർക്കും എനിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരും കുറേ വരുമെന്നൊക്കെ വിചാരിച്ച് എന്നിട്ട് അവസാനം വരാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി. അപ്പോൾ ഇന്നിവിടെ പിയാപ്പിള സൽക്കാരം കാര്യമെല്ലാം ഉണ്ട് എന്നിട്ട് പിയാപ്പിളയും പിയോട്ടിയും ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ടാളെയും കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ നമ്മൾ പിയാപ്പിളൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തതാണ്, ഇതിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ബിസ്മിതാക്ക് പറ്റിയ ആലോചനയാണ്. അപ്പോൾ അവർ നമ്മളെ ചാനലിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കണക്റ്റായിട്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്നാൽ നമുക്ക് അവരെ രണ്ടാളെയും കാണുമല്ലേ. ഓക്കെ, ഇവിടെ ഫുള്ള് ഇവരുടെ കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവിടെ വന്ന ആ ഒരു സമയം ഇപ്പോൾ ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഇവിടെ ആദ്യമായിട്ട് വന്ന ഒരു സമയം ഇപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ വന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് പോയി. അതിന് ശേഷം അവളുടെ ഒരു വിവാഹം കഴിഞ്ഞ്, പക്ഷെ അത് ഡിവോഴ്സായിപ്പോയി. അല്ലാത്തൊരു വിഷമേന് വന്നപ്പോൾ എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നോളെ ഒരു കല്യാണ വീഡിയോ എടുത്ത് അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പോൾ അവൾക്ക് നല്ലൊരു ആലോചന വന്ന് അവൾ കല്യാണം കഴിഞ്ഞ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു മക്കളെയും വിവാഹം ഡിവോഴ്സായി പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇല്ലേ. അപ്പോൾ ആരെയും അങ്ങനെയൊന്നും ആവരുത്. ബിസ്മിതാക്ക് എന്തായാലും ഇപ്പം നല്ലൊരു വരനെ കിട്ടിയല്ലോ, ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ പോലെ കാണിച്ചു തരാം. അലൈക്കും. ഇവിടെ ഫുള്ള് ആളും ബഹളമാണ് കേട്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് പിയാപ്പിളയും പിയോട്ടിയും കേട്ടോ. പിയാപ്പിളൻ്റെ പേര് ഷംസുദ്ദീൻ എന്നാണ് കേട്ടോ. ഷംസുദ്ദീൻ ബ്രോൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ ചാനലിൽ നിന്ന് രണ്ടുപേരും അങ്ങനെ കണ്ടിഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു വിവാഹം നടന്നതാണ് കേട്ടോ. രണ്ടാൾക്കും സംസാരിക്കാനും കേൾക്കാനും പറ്റൂല. അപ്പോൾ ഇത് പിന്നെ ബിസ്മിതാൻ്റെ വീഡിയോയിലൊക്കെ നിന്നിരുന്നത്. അപ്പോൾ കല്യാണത്തിലൊന്നും വരാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായി പോയി ഞങ്ങൾക്ക്. വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ച്. അതെ, അത് അങ്ങനെ ഒരു സാഹചര്യമായി പോയി. ഞാനും അത്രയും വിചാരിച്ചു കഴിഞ്ഞു വരുവേ. നമ്മൾ ഓവറായിട്ടൊരു കാര്യം വിചാരിക്കുമ്പോൾ ചിലപ്പോൾ നടക്കാണ്ടങ്ങായി പോകുന്നില്ലേ. എന്തായാലും ഇപ്പൊ ഇവർ രണ്ടാളെയും കാണാനല്ലോ. ഇപ്പൊ പിയാപ്പിളപ്പോ എത്തിയേ ഇന്നത്തെ രാത്രി എത്തി. കായംകുളത്ത്. നല്ല മഞ്ചുള്ള പിയാപ്പിളെ, നല്ല സ്വഭാവമുള്ള തീർച്ചയായും അത് തന്നെ. അവള് ഹാപ്പിയാ, അവന് ഹാപ്പിയാ. അതെ, മുഴുവൻ ഹാപ്പിയാ. അത് മതി മാഷാ അല്ലാ. എന്തായാലും ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഗിഫ്റ്റ് ബേബി. മാഷാ അല്ലാ. ഞങ്ങളെ മോനിക്ക് എമിവാവൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് പോലെ ഗിഫ്റ്റ് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. വാവേനോട് പറയണം, അവൻ വലുതായിട്ട് നിനക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്, ഒക്കെ എൻ്റെ പെങ്ങന്മാരാണ്, അവരുടെ ഒക്കെ പ്രാർത്ഥന നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അവനോട് പറയണം. അവനിക്കൊന്ന് വലുതായിട്ട് കേട്ടോ. മാഷാ അല്ലാ, ഒത്തിരി സന്തോഷമുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ മോനിക്ക് ഉള്ളൊരു ഗിഫ്റ്റ് വാങ്ങുക എന്ന് പറയുമ്പോൾ അത് ഒരു സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ളൊരു ഗിഫ്റ്റാട്ടോ. അത്രയും
കണ്ണ് നിറഞ്ഞു പോവാണ്. ബിസ്മിതാൻ്റെ കല്യാണം ഒരു വലിയ സ്വപ്നമായിരുന്നു. കാരണം അത്രയും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. അത് നടന്നല്ലോ, നല്ലൊരു പിയാപ്പിൾ നമുക്ക് കിട്ടി. ഓളിനി അടിപൊളിയായിട്ട് ജീവിക്കണം, ആ ഒരു പ്രാർത്ഥനയാണുള്ളൂ. രണ്ടാളും സൂപ്പറാണ് കേട്ടോ. ആലപ്പുഴ പോണല്ലേ? അതെ, കോഴിക്കോട് ബീച്ചിലൊക്കെ പോവാ. ഒരു ട്രിപ്പായിട്ട് അങ്ങ് പോന്നാ മതി എല്ലാവരും. അതെ വാഗമണ്ണ്, വാഗമണ്ണുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തിനും വാഗമണ്ണ്. ഇവിടുത്തെ 2 മരുമക്കളാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ ഇനി 2 ആള്, മൊത്തം 5 മക്കളല്ലേ? 5 പേരാണ്. 2 പേര് ജോലിയിലാണ്. അതെ അതെ അതെ. വരാറുണ്ട്. നിങ്ങളെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. നിങ്ങളെ അപ്പുറത്ത്? അതെ അതെ. നാട്ടിൽ തന്നെയാ എല്ലാവരും? വർക്ക് ചെയ്യുന്ന നാട്ടിൽ തന്നെ. നിങ്ങളെ നമ്മള് ഫസ്റ്റ് ടൈം കാണുകയാണ് അല്ലേ? അതെ, ഇവിടെ ഇത്ത തന്നെയായിരുന്നല്ലോ അന്നപ്പോ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ പുറത്തു പോയതാണ്. കണ്ണൂരാണ്. അതെ, ഇപ്പൊ കണ്ണൂരല്ല? കണ്ണൂർ പോയി. വന്നിരുന്നു. നാട്ടില് ഇവിടെ സെറ്റിൽ അല്ലേനോ? പിന്നെ ഇവിടെ പണി കുറവായതുകൊണ്ട് അവിടെ നല്ല വർക്കുള്ള. എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ നമ്മളെ കണ്ണൂരുള്ള എല്ലാരും അറിയാം. കണ്ണൂര് ഒരിക്കലും ഇഷ്ടപ്പെട്ട പിന്നെ വരാൻ തോന്നുമല്ലോ, അത്രയും നല്ല സ്ഥലാ. അടിപൊളി ഫുഡ്. 45 വർഷത്തോളായി കണ്ണൂരാ? KLMNOPQRSTUVWXYZ. ഷംസുദ്ദീൻ ബ്രോന് സൈൻ ലാംഗ്വേജ് നല്ല രീതിയിൽ അറിയാം. ബിസ്മിത ലിപ്പ് റീഡിങ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവൾക്ക് ABCD ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബ്രോ. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഞാൻ കൊടുക്കുവോളെ സെറ്റാക്കി എടുക്കുമെന്നാണ് ഷംസു ബ്രോ പറയുന്നത് കേട്ടോ. എന്തായാലും 2 ആളും നല്ല ജോഡിയാണ് കേട്ടോ. അവരുടെ ആ സംസാരവും ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ അളിയൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടുന്ന് കുളിച്ച് സെറ്റായിട്ട് ജുമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അളിയൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ബിസ്മിതാൻ്റെ ഏട്ടത്തിൻ്റെ ഭർത്താവ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഒന്ന് മുടി വെട്ടി കളയാന്ന്. അപ്പോൾ അവിടെയുള്ളൊരു ബാർബർ ഷോപ്പിൽ കയറിയിട്ട് മുടി വെട്ടിയതിന് ശേഷം ഇക്കാൻ്റെ വീട്ടിൽ തന്നെ പോയിട്ട് കുളിയും കഴിഞ്ഞിട്ട് നേരെ പള്ളിക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഉള്ളത്. ഷർട്ടിൽ മുടി വെട്ടണേന്ന് പറഞ്ഞേരം ബായ് പറഞ്ഞെന്ന് ആ ഷർട്ട് അങ്ങ് ഊരിക്കുമെന്ന്. ആദ്യമായിട്ടാണ് കേട്ടോ ഷർട്ട് ഊരിയിട്ട് മുടി വെട്ടുവാനിരുന്ന്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഭാഗ്യത്തിന് വേറെ ആരും ആ സമയത്ത് ബാർബർ ഷോപ്പിൽ വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിലും ആണുങ്ങൾ ഷർട്ട് ഊരിയാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഇതല്ലേ അല്ലേ? നല്ല അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ച് നമ്മളിത് അവിടുന്ന് പിരിയാണ്. ബൈ. അതെ, നമ്മൾ ഈരാട്ടുപേട്ട കുറെ വരാനുണ്ട്. ഈരാട്ടുപേട്ട കുറെ കല്യാണം നടക്കട്ടെ തീർച്ചയായും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് അവിടുന്ന് പോവുകയാണ്. ഇപ്പം സമയം 2:30. ഇപ്പം നാട്ടിലെത്തുവാണെങ്കിൽ 2:30, 3:30, 4:00, 5:00, 6:00, 7:00, 8:00 എത്തും. ഇന്നത്തെ ഉറക്കം മിസ്സാവില്ല. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവാണ്. നമുക്കിനി ഈരാറ്റുപേട്ട ഇപ്പോൾ ഫുൾ ആൾക്കാരായിട്ടാണ്. ഇവിടെ പള്ളിയിലൊക്കെ എത്രയോ അറിയുന്ന ആൾക്കാരുണ്ട് ജുമക്കൊക്കെ പോയപ്പോൾ. പിന്നെ അതുപോലെ ഫുള്ള് ടീംസായി. ഇപ്പോൾ നമ്മളെ നാട് പോലെയായി ഇപ്പോൾ ഈരാറ്റുപേട്ട. അപ്പോൾ ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തേക്ക് എല്ലാവരുടെ കല്യാണം എല്ലാം നടക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈരാറ്റുപേട്ട ഒരു 5 സെൻറ്റ് സ്ഥലമാണ് നിൽക്കുക. അപ്പോൾ അത്രയും നല്ല ആൾക്കാരാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഓക്കെ, ഞാൻ ഇറങ്ങാണ്. ഇവരെ നല്ല കണ്ണൂർ മോഡൽ ബിരിയാണിയൊക്കെ വെച്ച് കിട്ടാം. ബിരിയാണി സൂപ്പറാണ് കേട്ടോ. എന്നാലും ബിരിയാണിയൊക്കെ എൻ്റെ ക്രെഡിറ്റ് നമ്മളെ കണ്ണൂർക്കാർക്കാ. ഇവിടുത്തെ സ്പെഷ്യൽ എന്നാ? അപ്പോൾ ഓക്കെ, എന്നാ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, പിയാപ്പിൾ ഇവിടുന്ന് പോകുമ്പോഴേക്ക് ഇറച്ചി തടിച്ച് സെറ്റാകട്ടെ. അപ്പോൾ അളിയൻ എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ട്രെയിനിന് പോകാമെന്ന് വെച്ചാൽ കോട്ടയം പോയിട്ട് അങ്ങനെ പോകണോ, അതും നമുക്ക് സീറ്റൊന്നും കിട്ടുകയില്ല, ടാസ്ക്കാണ്. ബസ്സാകുമ്പോൾ ലേശം ഇടങ്ങാറാവുമെങ്കിലും ഇരുന്ന് പോകാമല്ലോ എന്നുള്ളതുകൊണ്ട് ബസ്സിന് തന്നെയാണ് കേട്ടോ ഞാൻ തിരിച്ചും പോകുന്നത്. നല്ല ദൂരമുണ്ട്, ഏകദേശം ഒരു
നല്ല ദൂരമുണ്ട്. കോഴിക്കോട് നിന്ന് ഈരാറ്റുപേട്ട എത്താമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ഒരു എന്താ പറയുക 8 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വേണ്ടേ അല്ലേ? വേണോ? മൂവാറ്റുപുഴയ്ക്ക് തന്നെ ഉണ്ട് 6-7 മണിക്കൂർ. അപ്പോൾ അവിടുന്ന് പിന്നെയും ഉണ്ടല്ലോ. എന്തായാലും സമയമൊക്കെ കണക്കാ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ പോകാനും സന്തോഷമേ ഉള്ളൂ. ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, ഇവരുടെ ഒരു കല്യാണം നടത്താൻ വേണ്ടി നമുക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിലെത്തി ബസ് കാത്ത് നിൽക്കുകയാണ്. ഇനിയും ഇത്തരം കല്യാണം നടന്ന സന്തോഷവും അവരുടെ വീട്ടിൽ പോകുമ്പോഴുള്ള സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും അത് പങ്കുവെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.